ശരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ബെഡ്റൂമിനകത്ത് ബേ വിൻഡോ ഉൾപ്പെടെ സെറ്റ് ചെയ്യുന്ന രീതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ ബേ വിൻഡോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ വീടുകളിൽ ഒരു ട്രെൻഡായിട്ടും ബേ വിൻഡോ കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇതിൻ്റെ സൈസ് 135x60 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഈ കോർണറിലായിട്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ബേ വിൻഡോക്ക് ഒരു പ്രത്യേകത, സ്റ്റീൽ വിൻഡോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കോർണർ വിൻഡോ ആണ്. ഈ ബേ വിൻഡോയിൽ കറക്റ്റ് നമുക്ക് ഇവിടെ ഇരുന്നാൽ രണ്ട് സൈഡ് വ്യൂവും കാണാം. ഇതിൽ സ്ക്വയർ ട്യൂബാണ് ചെയ്തിട്ടുള്ളത്. ഗ്രില്ലിന് മുക്കാൽ സ്ക്വയർ ട്യൂബാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 135 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ഇവിടെ ഒരു ഡബിൾ സൈഡ് വിൻഡോ ആണ് വരുന്നത്. വലിയ വിൻഡോ ഫിക്സ്ഡും ബാക്കിയുള്ളത് ഓപ്പണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വിൻഡോ ആണ്. നല്ല പാകത്തെ ഹൈറ്റാണ്. ബേ വിൻഡോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഹൈറ്റാണ്. നമുക്ക് എപ്പോഴും സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റ് മാത്രമേ സെറ്റ് ചെയ്യാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു സിംഗിൾ വിൻഡോസ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു കോർണർ വിൻഡോ അടക്കം വന്നതുകൊണ്ട് ഈ ബെഡ്റൂമിനകത്ത് നല്ല വെളിച്ചം കിട്ടും കേട്ടോ. കൂടാതെ ഇവിടെ ഒരു ഫിക്സ്ഡ് ഗ്ലാസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തും ഇതുപോലെ നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പേസിൽ കൊടുത്ത ഒരു ബാത്റൂമും കൂടിയാണ് കേട്ടോ. ഇവിടെ റൂഫിൽ ഗ്ലാസും സൈഡിലും ഒരു ഫിക്സ്ഡ് ഗ്ലാസും സേഫ്റ്റി ഗ്രില്ലടക്കം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റീൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജക്കൂസി വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്തിങ് ഏരിയ. അവിടെയാണ് അത്രയും വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലത്തെ വ്യൂവും സൈഡ് വ്യൂവും കിട്ടുന്ന രീതിയിൽ മനോഹരമായ രീതിയിൽ ഗ്ലാസ് റൂഫും ഗ്ലാസ് ഫിക്സ്ഡ് വിൻഡോസും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ സ്പേസ്, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.